മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിച്ച സിനിമ പാട്രിയറ്റ് തിയേറ്ററുകളിൽ നിറഞ്ഞ് ഓടുകയാണ്. സിനിമ നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ എമ്പുരാനേക്കാൾ കടുത്ത റേഞ്ചിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ അടച്ച് ആക്ഷേപിക്കുകയാണ് ഈ ക്ലാസിക് സിനിമ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു കേന്ദ്രമന്ത്രിയുടെ മരണം ചൂണ്ടിക്കാട്ടി ആ മന്ത്രി ഇപ്പോൾ മരിക്കേണ്ടിയിരുന്നില്ല, മരിക്കാൻ സമയമായിട്ടില്ല എന്ന് പറയുന്ന ഭാഗം എടുത്ത് പരിശോധിക്കാം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു ആപ്പുണ്ടല്ലോ, മനുഷ്യരുടെ സർവമാന സ്വാതന്ത്ര്യങ്ങൾക്കും വിലക്ക് അല്ലെങ്കിൽ ഒരു നിരീക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആപ്പിൻ്റെ കാര്യം, ആ ആപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒക്കെ തന്നെ സിനിമയിൽ സജീവമായി നടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരൊറ്റ കഥാതന്തു എന്ന് പറയുന്നത്, മനുഷ്യനാവുകയാണ് ഏറ്റവും നല്ലത്. അതിന് രാജ്യസ്നേഹിയാകാൻ സംഘിയാവുകയല്ല, മനുഷ്യനാവുകയാണ് നല്ലതെന്ന വലിയ കരുത്തുറ്റ സന്ദേശം വീണ്ടും എമ്പുരാന് ശേഷം പാട്രിയറ്റിലൂടെ തിരിച്ചു വരുന്നു. മലയാള സിനിമയുടെ സന്ദേശമായി ഈ സിനിമ മാറുന്നു എന്നത് വലിയ ഒരു ആശ അല്ലെങ്കിൽ ഇനിയും പ്രതീക്ഷ മലയാള സിനിമയിൽ വയ്ക്കാൻ കഴിയുന്ന തരത്തിലാണ് പാട്രിയറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അശ്വന്തിനെ പോലെയുള്ള ചില യൂട്യൂബർമാർ, സിനിമ നിരൂപകരൊക്കെ സിനിമയെ വേറൊരു തരത്തിൽ നിരൂപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിമർശിക്കുന്നുണ്ട്, വേറൊരു പശ്ചാത്തലത്തിൽ സിനിമയെ അഭിനന്ദിക്കുന്നുണ്ട്. നിരവധി ഫിലിം റിവ്യൂകളിലൊക്കെ സിനിമയെക്കുറിച്ച് ചില നല്ല കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. വളരെ ക്ലാസിക്കായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു, മാസ് സിനിമയല്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ എങ്കിൽ ടൊവിനോ തോമസിനെയൊക്കെ വെച്ച് അഭിനയിപ്പിച്ചാൽ പോരായിരുന്നു, എന്തിനാണ് ഈ ഇത്രയും മഹാനടന്മാരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് എന്ന സന്ദേശം അല്ലെങ്കിൽ വിമർശനം അല്ലെങ്കിൽ നിരൂപണമൊക്കെ സിനിമയെക്കുറിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഞാൻ ആ സിനിമയെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, ദേശസ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാജ്യസ്നേഹം എന്ന് പറയുന്നത് സംഘികൾ ഉന്നയിക്കുന്ന രാജ്യസ്നേഹമല്ല, സംഘപരിവാറിന്റെ അജണ്ടയല്ല രാജ്യസ്നേഹം. മനുഷ്യനാവുക എന്നതാണ് രാജ്യസ്നേഹത്തിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ മനുഷ്യരുടെ ചിന്തയാണ് വേണ്ടത് എന്ന സന്ദേശമാണ് സിനിമ വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഒരുപക്ഷെ എങ്കിൽ സുരേഷ് ഗോപി ഈ സിനിമയിൽ അഭിനയിക്കേണ്ടതായിരുന്നു. സുരേഷ് ഗോപിയൊക്കെ ഈ സ്ക്രിപ്റ്റ് വായിച്ച ശേഷം ഈ സിനിമയിൽ നിന്ന് പിന്മാറി എന്നാണ് ചില ഉള്ളറ കഥകൾ പറയുന്നത്. ചില ആളുകളുമായി, സംഘപരിവാർ കേന്ദ്രങ്ങളുമായി ഞങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് സിനിമ സംഘപരിവാറിനെ അടച്ചാക്ഷേപിക്കുന്നുണ്ട്, സംഘപരിവാർ അജണ്ടയെ അടച്ച് ആക്ഷേപിക്കുന്ന സിനിമയാണ്. ഒരു പക്ഷേ എങ്കിൽ എമ്പുരാനേക്കാൾ ഉപരിയായി ആ ആശയം, സംഘപരിവാർ ആശയത്തെ കീറി മുറിച്ച് പരിശോധിക്കുന്ന, അത് മനുഷ്യന് ആവശ്യമില്ലാത്ത സാധനമാണെന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു സിനിമയാണെന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് പിന്മാറിയത്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയുടെ മരണത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗം സ്ക്രിപ്റ്റിലുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് സുരേഷ് ഗോപി പിന്മാറിയതെന്നാണ് അണിയറ പ്രവർത്തകരിൽ ചിലരെങ്കിലും പങ്കുവച്ച ആശയം. ഇനി എന്തുകൊണ്ടാകാം ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് കടുത്ത വിമർശനങ്ങളൊന്നും, അല്ലെങ്കിൽ ഇങ്ങനെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഹാൻഡിലുകളിലൂടെ നിരന്തരം ഇങ്ങനെ എമ്പുരാനെതിരെയൊക്കെ വന്നല്ലോ. മേജർ രവിയെ പോലുള്ള, ഓന്ത് രവിയെ പോലുള്ള ആളുകളൊക്കെ ആദ്യം മുച്ചൂടും പുകഴ്ത്തിയിട്ട് പിന്നീട് തിരിച്ചടിച്ച അവസ്ഥയൊക്കെ നമുക്കറിയാം എമ്പുരാന്റെ കാര്യത്തിൽ. ആ എമ്പുരാൻ സിനിമയ്ക്ക് സംഭവിച്ചതുപോലെ പാട്രിയറ്റിന് സംഭവിക്കാതിരിക്കുന്നത് ഒരുപക്ഷെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് അടുത്ത് വരുന്നു, എന്തിന് വെറുതെ ഒരു വിവാദം എന്നൊക്കെ ചിന്തിക്കുക. അല്ലെങ്കിൽ 56 ഇഞ്ചനെന്നും കോർപ്പറേറ്റ് വയറണെന്നതിനുമൊക്കെ നിയമത്തെ ജനങ്ങൾ വളരെ കളിയാക്കി വിളിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ജിയൊക്കെ ഈ സിനിമ കണ്ടിട്ട് ഉണ്ടായിരിക്കുകയില്ല. അല്ലെങ്കിൽ ഇതിനു മുമ്പേ അവർ പടവാൾ ഉയർത്തി ഹാലിളക്കി രംഗത്ത് വന്നേനെ. തിരുവനന്തപുരം മേയർ വി രാജേഷൊക്കെ കേൾക്കാത്ത വാദി തിയേറ്ററുകളിലേക്ക് കൗൺസിലർമാരെ സമരത്തിന് പറഞ്ഞയച്ചേനെ. കാരണം ജലവിഭവ വകുപ്പിന്റെ ആസ്ഥാനത്തേക്കൊക്കെ കൗൺസിലർമാരെ സമരത്തിന് പറഞ്ഞയച്ച ഒരു കോമാളി വേഷം കെട്ടിയ, വിഡ്ഢിവേഷം കെട്ടിയ മേയറാണ് തിരുവനന്തപുരത്തുള്ളത് പരക്കെ ആക്ഷേപമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ പാട്രിയറ്റിൽ നയൻതാര എന്തിനാണ് വന്നത്, നയൻതാരയ്ക്ക് മിണ്ടാട്ടമില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഫഹദ് ഫാസിന് മൂട്ടിൽ തീ പിടിച്ചതുപോലെ ഓടുകയാണെന്ന് അശ്വന്ത് ആക്ഷേപിക്കുന്നുണ്ട്. ഒരു പഴംപിഴുങ്ങി ക്യാരക്ടറാണ് ഈ കുഞ്ചാക്കോ ബോബനുള്ളതെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആ ആക്ഷേപങ്ങൾക്ക് ഉപരിയായി നിൽക്കുന്നത് ഈ കഥാപാത്രങ്ങളുടെയൊക്കെ സമഗ്രമായ സങ്കലനം, സംയോജനം കൊണ്ട് ആ കഥാഗതിയെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് പാട്രിയറ്റ്. അതിൽ പറയുന്ന യഥാർത്ഥ ആശയം ഇതാണ്: മനുഷ്യനാവുകയാണ് നല്ലത്, ദേശസ്നേഹിയാകാൻ മനുഷ്യനാവുക, സംഘിയാവുകയല്ല
വേണ്ടതെന്ന ആശയം തന്നെയാണ്. ഇത് തലയ്ക്ക് വെളിവുള്ള ആളുകൾ ഈ സിനിമ കാണുകയാണെങ്കിൽ അവർക്ക് ഈ സന്ദേശം മനസ്സിലാകും. ഇതുവരെ കണ്ടവർ തലയ്ക്ക് വെളിവുള്ള ആളുകളായതുകൊണ്ടാണ് വിവാദങ്ങളൊന്നും ഉണ്ടാകാത്തത്. ഞാനിത് പറഞ്ഞു വയ്ക്കുന്നത് സിനിമ നൽകുന്ന സന്ദേശം വളരെ മികച്ചതാണ് എന്ന് പറയാനാണ്. സിനിമയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്.